നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം സർക്കാർ കണ്ണാശുപത്രിയിൽ ഗുരുതര ചികിത്സാ വീഴ്ച. ഇടത് കണ്ണിന് നൽകേണ്ട ചികിത്സ വലത് കണ്ണിന് മാറി നൽകി. ഭീമാപ്പള്ളി സ്വദേശിനി അസൂറ ബീവിക്കാണ് ചികിത്സ മാറി നൽകിയത്. ആശുപത്രിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ SS സുജീഷിനാണ് ചികിത്സാ പിഴവ് സംഭവിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് അസിസ്റ്റന്റ് പ്രൊഫസർ SS സുജീഷിനെ സസ്പെൻഡ് ചെയ്തു. ഇടത് കണ്ണിന് മങ്ങൽ അനുഭവപ്പെട്ടതിനെ തുടർന്ന് കഴിഞ്ഞ ഒരു മാസമായി തിരുവനന്തപുരം സർക്കാർ കണ്ണാശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അസൂറ ബീവി. ഡോക്ടറെ കണ്ട് മരുന്നുപയോഗിക്കുന്ന രീതിയായിരുന്നു അസൂറ ബീവി പിന്തുടർന്നത്. എന്തായാലും എന്താണ് സംഭവിച്ചത് എന്നതടക്കമുള്ള ഒരു പ്രതികരണം അസൂറ ബീവിയുടെ മകൻ മാജിദ് നടത്തിയിരിക്കുകയാണ്. മകന്റെ പ്രതികരണത്തിലേക്ക്. അമ്മയ്ക്ക് ഇടത് കണ്ണിനായിരുന്നു കംപ്ലൈന്റ് ഉണ്ടായിരുന്നത്. ചെറിയ കാഴ്ചമങ്ങളുണ്ടായിരുന്നു. അപ്പം ടെസ്റ്റ് ചെയ്തപ്പം പറഞ്ഞത് അത് ബ്ലഡ് പ്രഷർ കൂടിയിട്ട് അങ്ങനെ കാഴ്ചമങ്ങൽ സംഭവിച്ചാണ്. അതിന്റെ ഭാഗമായിട്ട് ഒരു ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് മുമ്പ് തന്നെ നമ്മളെ തുള്ളി മരുന്നൊക്കെ ഒഴിക്കാൻ വേണ്ടി തന്നിട്ടുണ്ടായിരുന്നു. ഇടത് കണ്ണിൽ മാത്രം ഒഴിക്കാൻ വേണ്ടി തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം ഒഴിച്ചു വരികയായിരുന്നു. അപ്പോൾ ഇന്നലെ ആയിരുന്നു ഇഞ്ചക്ഷൻ ചെയ്യാനുള്ള ഡേറ്റ് തന്നത്. ഇന്നലെ നമ്മൾ എന്താ പറയുക ഡ്രസ്സെല്ലാം മാറി അവിടെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി അതിനുശേഷം വാർഡിലോട്ട് എടുത്തപ്പോഴാണ് ഇടത് കണ്ണിന് പകരം വലത് കണ്ണിലാണ് എടുത്തെന്നുള്ള കാര്യം മനസ്സിലായത്. അപ്പം ഈ കാര്യം ഞാൻ ഡോക്ടർക്ക് അപ്പം തന്നെ പോയി ചോദിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ പറഞ്ഞ കണ്ണിൽ ചെറിയ ചോപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ്, അതായത് ഈ മരുന്നെന്ന് പറയുന്നത് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള മരുന്നായിരുന്നു. ഏകദേശം 9-10 രൂപ ഒക്കെ വില വരുന്ന മരുന്നായിരുന്നു. ഞങ്ങളാണ് മേടിച്ചു കൊടുത്തത്. അപ്പം ഈ ഇഞ്ചക്ഷനാണ് ഈ ചുവപ്പ് കാരണം ഈ കണ്ണിൽ എടുത്തത്. ഇനിയിപ്പം 12-ാം തീയതി വീണ്ടും ഡയറക്ടറെ കണ്ടിട്ട് ഇടത് കണ്ണിൽ ട്രീറ്റ്മെന്റ് തുടങ്ങാനുള്ള ഒരു സംവിധാനം അവർ പറഞ്ഞിട്ടുണ്ട്. 12-ാം തീയതി പോകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ചെറുതായിട്ട് കണ്ണിന്, അതായത് വലത് കണ്ണിന് വലിയ പ്രശ്നമില്ലായിരുന്നു. ഇപ്പൊ ചെറുതായിട്ട് ബ്ലറൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. അതായത് ലൈറ്റൊക്കെ കാണുമ്പോൾ എന്താ പറയാ കണ്ടിന്യൂ ആയിട്ട് മിന്നുന്ന രീതിയിലേക്ക് കണ്ണ് അടക്കം തുറക്കം ചെയ്യുമ്പോഴൊക്കെ ബ്ലർ പോലെയൊക്കെ കാണുന്നുണ്ട്. അപ്പം ചെറിയ പെയിനും ഉണ്ട്. എന്തായാലും 2-3 ദിവസത്തിനകത്ത് മാക്സിമം ഒരാഴ്ചക്കകത്ത് ഇത് അലിഞ്ഞു പോകുന്നതാണ് ഡോക്ടർമാർ പറയുന്നത്, ഇവിടെ ഡയറക്റ്റ് പറഞ്ഞത്. എന്തായാലും വരും ദിവസങ്ങളിൽ അതിന്റെ ബാക്കിയുള്ള എന്താ പറയാ ഭവിഷ്യത്ത് കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ സാധിക്കുന്നു തോന്നുന്നു. എന്തായാലും നോക്കാം. ഈ ഡോക്ടറെ കാണാൻ വന്നപ്പോ, ഈ ട്രീറ്റ്മെന്റിന് വന്നപ്പോ കറക്റ്റ് പറഞ്ഞു കൊടുത്തില്ലേ ഇന്ന കണ്ണിലാണ് വേദന എന്ന് പറഞ്ഞു കൊടുത്തതായിരുന്നു? ഇവരെല്ലാം അതായത് ഇടത് കണ്ണിൽ ഒഴിക്കാൻ വേണ്ടി മരുന്നൊക്കെ തന്നതാണ്. നമ്മുടെ ആന്റി ബാക്ടീരിയലോ ആന്റി ഇൻഫെക്ഷൻ അടിക്കാതിരിക്കാൻ വേണ്ടിയുള്ള മരുന്ന് ഇടത് കണ്ണിൽ ഒഴിക്കാൻ വേണ്ടി തന്നായിരുന്നു. ഓൾറെഡി അവർക്ക് കാര്യങ്ങളൊക്കെ അറിയാം. ഇത് അവര് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറിയപ്പം സംഭവിച്ച പിഴവാണിത്. ഒരു ഡോക്ടർക്ക് അങ്ങനെ ഒരു പിഴവ് സംഭവിക്കാൻ പാടില്ല. അതും മെയിനായിട്ടുള്ള ഒരു കണ്ണിലൊക്കെയാണ്. കണ്ണിനൊക്കെ ചിലപ്പം ഭാവിയിൽ വലിയ എന്താ പറയുക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അത് നമ്മളെ തിരിച്ചെന്നെ ബാധിക്കും. ഓക്കെ. ഈ ഡോക്ടറെ അടുത്ത് ഈ കണ്ണ് മാറിപ്പോയി അല്ലെങ്കിൽ ചികിത്സ മാറിപ്പോയി എന്ന് ഡോക്ടറോട് ഡയറക്റ്റ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡയറക്റ്റ് അപ്പോഴാണ് ഈ ഡോക്ടർ പറഞ്ഞത് അത് കണ്ണിൽ വലത് കണ്ണിൽ ചെറിയ ചോപ്പുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഈ കണ്ണിൽ എടുത്തത്. അഥവാ വലത് കണ്ണിൽ ഇങ്ങനെ ഒരു ചോപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് തുള്ളി മരുന്നോ എന്തെങ്കിലും ഒഴിച്ചതിന് ശേഷമല്ലേ നമ്മൾ അടുത്ത ട്രീറ്റ്മെന്റ് നോക്കുകയുള്ളൂ. അത് മാറിയില്ലെങ്കിൽ അടുത്ത ട്രീറ്റ്മെന്റ് നോക്കുകയുള്ളൂ. അപ്പോൾ അവർക്ക് സംഭവിച്ച ഗുരുതര പിഴവ് തന്നെയാണത്. അപ്പോൾ നിങ്ങളിത് പരാതിപ്പെട്ടോ? അതായത് ഈ വകുപ്പ് മന്ത്രിമാര് അല്ലെങ്കിൽ സർക്കാർ തലത്തിലുള്ള ഒരു പരാതി ആ രീതിക്ക് നിങ്ങൾ പോയോ? അതെ. ഇന്നലെ തന്നെ ഞാൻ മാക്സിമം മന്ത്രിമാർക്കും ഹെൽത്ത് മിനിസ്റ്റർ അതുപോലെ തന്നെ മുഖ്യമന്ത്രി, DMO, മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൾ ഒക്കെ എല്ലാം മെയിൽ പരാതി ടൈപ്പ് ചെയ്ത് അയച്ചിട്ടുണ്ടായിരുന്നു, സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ പോയി, ഇന്നലെ തന്നെ 112 വിളിച്ച് കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ പോയി കന്റോൺമെന്റ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു. പക്ഷെ അവരെ പരിധി അല്ലാത്തതുകൊണ്ട് അത് മഞ്ചൂർ സ്റ്റേഷനിലോട്ട് കൈമാറിയിട്ടുണ്ട്. ഓക്കെ. മാത്രമല്ല ഇനി എന്തെങ്കിലും രീതിയിലുള്ള, അതായത് വലിയൊരു വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ മറ്റെന്തെങ്കിലും ഒരു നീക്കം നിങ്ങൾ നടത്തുന്നുണ്ടോ? എന്തെങ്കിലും മറ്റു രീതിയിൽ? അല്ല, എന്തായാലും നിയമ പോരാട്ടം തുടരുക തന്നെയും. കാരണം ഇത് സംഭവിച്ചത് വലിയൊരു ഗുരുതര വീഴ്ച തന്നെയാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ കണ്ട് സംസാരിച്ച് നമുക്ക് ഇപ്പം ഒരു ഗുരുതര ചികിത്സാ പിഴവ് സംഭവിച്ചു. അതിന് ബദലായിട്ട് നമുക്ക് സൗജന്യ ചികിത്സ ഒരുക്കാനുള്ള ഒരു അപേക്ഷ എന്തായാലും കൊടുക്കുന്നുണ്ട്. മറ്റേ ആശുപത്രി അധികൃതർ അവരുടെ ഭാഗത്ത് നിന്ന്, അതായത് ഇപ്പൊ ഡോക്ടർ അല്ലാതെ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം എന്തായിരുന്നു ഈ ഒരു സംഭവത്തിൽ? ഇല്ല, അവർ അതിനുശേഷം വലുതായിട്ട് പ്രതികരിച്ചിട്ടില്ല. ഇന്ന് രാവിലെയാണ് ഞാൻ അവിടെ പോയപ്പോഴാണ് അവർ പറയുന്നത് ഡോക്ടറെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതെ, അവർ വന്ന് നോക്കിയാൽ ഇതിനെ കുറിച്ച് കൂടുതൽ പ്രതികരിക്കുക ചെയ്തിട്ടില്ല. ഡോക്ടർമാർ മാത്രം ഇന്നലെ ഓപ്പറേഷൻ കഴിഞ്ഞ ശേഷം വാർഡിൽ വന്ന് സംസാരിച്ചിട്ടുണ്ട്. ബാക്കി അതിലൊന്നും വന്നിട്ടില്ല. എന്നായിരുന്നു ഓപ്പറേഷനും ഈ ചികിത്സയൊക്കെ ശരിക്കും എന്നായിരുന്നു തുടങ്ങിയത്? ചികിത്സ തുടങ്ങിയത് ഏകദേശം 1 മാസത്തോളമായിരുന്നു സ്റ്റാർട്ടിങ്. അതായത് മെനിഞ്ഞാന്നാണ് നമ്മൾ ഇവിടെ ഒന്ന് അഡ്മിറ്റ് ആയിട്ട് ഇന്നലെ ഇഞ്ചക്ഷൻ വെക്കാനുള്ള ഡേറ്റ് പറഞ്ഞു. ഇന്നലെ തന്നെ ഇഞ്ചക്ഷൻ എടുത്തു. ഒരുപാട് കാലമായിട്ട് ഈ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക്? ഇത് എനിക്ക് തോന്നുന്നു ഈ ഡോക്ടർമാർക്ക് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ബ്ലഡ് പ്രഷർ കൂടി അങ്ങനെ സംഭവിച്ച തകരാറെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്.
മറ്റേതെങ്കിലും രീതിയിലുള്ളൊരു ഈ ചികിത്സയ്ക്കിടെ എന്തെങ്കിലും ബുദ്ധിമുട്ട് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ അതോ ഇത് ഇല്ല അതിന് ചികിത്സയുടെ ഭാഗമായിട്ട് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഈ ഒരു പിഴവ് തന്നെയാണ് മെയിനായിട്ട്. അത് നമ്മൾ മാധ്യമങ്ങളിലൂടെ പുറത്ത് കൊണ്ടുവന്നു മാത്രം. അപ്പോൾ എന്തായാലും നിയമ പോരാട്ടം നടത്താൻ തന്നെയാണ് ഇപ്പോൾ അല്ലേ? നിയമ പോരാട്ടം, അതായത് നിയമപരമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. തുടർ ചികിത്സ എന്തായാലും 12-ാം തീയതി ഇവിടെ വരേണ്ടതുണ്ട്. ഡയറക്ടർ പോകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഡയറക്ടറുടെ കൂടെ സൂപ്രണ്ടും ഉണ്ടായിരുന്നു. അപ്പം 12-ാം തീയതി അവരെ ഡയറക്ടർ പോയി കാണാൻ വേണ്ടിയാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും 12-ാം തീയതി ഇങ്ങോട്ട് വരും. അല്ല, ചികിത്സ വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചാൽ വിശ്വാസമുണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ പറയേണ്ടി വരും. കാരണം അവരെന്തായാലും 12-ാം തീയതി പോകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. മറ്റേ ഡോക്ടറിന്റെ ഭാഗത്തു നിന്ന് എന്തായാലും പിഴവ് സംഭവിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ്. അതുകൊണ്ടാണല്ലോ അവരെ സസ്പെൻഡ് ചെയ്തത്. അവർക്കെതിരെ വകുപ്പ് തല നടപടി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം അദ്ദേഹം ചെയ്തത് ഗുരുതര പിഴവ് തന്നെയാണ്. ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ചാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്, അതായത് ഈ ചികിത്സാ പിഴവ് ഉണ്ടായിരിക്കുന്നത്. അതെ, ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച് തന്നെയാണ് ഈ ഒരു പിഴവ് ഉണ്ടായിരുന്നത്. അത് ആവശ്യം മുന്നോട്ട് വെക്കുന്നുണ്ട്. എനിക്ക് ഒന്നില്ലെങ്കിൽ മെഡിക്കൽ കോളേജിലോട്ടോ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥാപനത്തിലോട്ടോ മാറ്റാൻ വേണ്ടി ഞാൻ നോക്കുന്നുണ്ട്. എന്തായാലും ബന്ധപ്പെട്ട ആൾക്കാരായിട്ട് സംസാരിച്ചതിന് ശേഷം അതിനുള്ള നീക്കം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട കുറച്ച് നമ്മുടെ അടുത്തുള്ള ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്ന ആൾക്കാരായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഒരു തീരുമാനം എടുക്കും. 12-ാം തീയതിക്ക് മുമ്പായിട്ട് എടുക്കും. അല്ല, അതിനു വേണ്ടിയാണ് 12-ാം തീയതി പോകാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ഈ വരുന്ന 12-ാം തീയതി ഡയറക്ടർ പോകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഡയറക്റ്റ് അങ്ങോട്ട് പോകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ചെക്കപ്പിന് വന്നപ്പോ എന്തായിരുന്നു ഡോക്ടർമാരുടെ പ്രതികരണം? എന്ത് പറഞ്ഞു അവര്? അല്ല, ഇന്ന് ചെക്കപ്പിന് വേണ്ടി വന്നിട്ടില്ല. അവിടെ നഴ്സുമാർ മാത്രം വന്നു പോയെന്നല്ലാതെ ഡോക്ടർമാർ വന്നിട്ടില്ല. അതെ. പരാതി കൊടുത്തു, പോലീസിന് പരാതി കൊടുത്തു? പോലീസിൽ പരാതി കൊടുത്തു, കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. അവർ വന്ന് മൊഴിയൊക്കെ രേഖപ്പെടുത്തി പോയിട്ടുണ്ട്. എന്തായാലും ഈ സ്വീകരിച്ച നടപടിയിൽ തൃപ്തിയുണ്ടോ? അതായത് സസ്പെൻഡ് ചെയ്യുക എന്ന നടപടി അത് തൃപ്തികരമാണോ നിങ്ങൾക്ക്? അത് തൃപ്തികരമാണെന്ന് ചോദിച്ചാൽ അല്ല, അത് കൂടുതൽ നടപടിയിലോട്ട് പോകണം. കാരണം ഒരു ഡോക്ടർക്ക് ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല. അതുപോലെ അയാൾ ഒരു അസിസ്റ്റന്റ് പ്രൊഫസറാണെന്നാണ് തോന്നുന്നത്. അദ്ദേഹത്തിന് ഇങ്ങനെ സംഭവിച്ചത് ഗുരുതര കൃത്യവിലോപം തന്നെയാണ്. അമ്മ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? ഞാൻ ഷോപ്പിലാണ്. അമ്മ ഹൗസ് വൈഫാണ്.